ആ പറയടി. അത് നമുക്ക് തിങ്കളാഴ്ച സംസാരിക്കാം, അത് കുഴപ്പമില്ല. ആ, ഒന്ന് ഹോൾഡ് ചെയ്യേ, ആരും അങ്ങോട്ട് കയറി വരുന്നു. ആ ബാ മോളെ. ആ ഞാൻ ആന്റി അറിഞ്ഞായിരുന്നു, ഇവിടുത്തെ കൊച്ചു പറഞ്ഞായിരുന്നു. എന്ന് പോന്ന്? അടുത്ത ആഴ്ചയോ? ആ ആ ആ ഇവള് പറഞ്ഞായിരുന്നു മോക്ക് ബാംഗ്ലൂർ BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ. ആ നല്ല കാര്യമാണ് മോളെ, ഇപ്പോഴത്തെ പിള്ളേര് ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ പോയില്ലയോ പഠിക്കുന്നത്, നല്ല കാര്യമാണ്. ഓ ഇവിടുത്തെ അവൾക്ക് അതൊന്നും താല്പര്യമില്ല, ഡിഗ്രിക്ക് പോയാൽ മതിയെന്ന്. ഞങ്ങൾ പറഞ്ഞതാ BSc നഴ്സിംഗിന് എങ്ങാനും പോവാൻ, അവൾക്ക് അവൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഡിഗ്രിക്ക് എങ്ങാനും പോട്ട്. പിന്നെ നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ, നല്ല പഠിച്ച് മിടുക്കിയായി നമ്മുടെ നാട്ടിൽ നല്ലൊരു നേഴ്സായിട്ട് വരണം കേട്ടോ. നല്ല കാര്യമാണ് ഇത്, പഠിച്ചിട്ട് കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോയ ലക്ഷക്കണക്കിനല്ലേ ശമ്പളം വാങ്ങിക്കാവുന്നേ. ആ ശരി മോൾ, മോൾ അടുത്ത ആഴ്ചയല്ലേ പോത്തോളൂ. ആ ആന്റി അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ, അമ്മയടുത്ത് പറഞ്ഞേരേ. ആ ശരി ശരി ശരി. ആ ഹലോ. ആ എടി അതേ, നമ്മുടെ മഠത്തിലെ രമണി ചേച്ചിയുടെ മോള്. രമണി ചേച്ചിയുടെ മറ്റേ, ആ ആ അത് തന്നെ. ആ അവള് ബാംഗ്ലൂർ BSc നഴ്സിംഗ് വാച്ചാൻ പോകുന്നു. ഓ നാട്ടിൽ പാച്ചതൊന്നും പോരാ. ആ വീട്ടുകാർക്ക് എന്തുവാ, അവള് പറയുന്ന എവിടെ വേണേലും അവരങ്ങ് വിടത്തില്ലയോ. ബാംഗ്ലൂർ പാച്ചിട്ട് വേണം ഇനി ആഫ്രിക്കയിലും അന്റാർട്ടിക്കയിലും ഒക്കെ പോയി കൊട്ടക്കണക്കിന് വാരിക്കൊണ്ട് വരാൻ. എടി ഇവളൊക്കെ BSc നഴ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോയിട്ട് പാച്ചാൻ വല്ലതും ആണോ? ഇവളെങ്ങനെങ്കിലും അല്ലേ +2 ഒന്ന് തട്ടി കയറിയത്. ആ പിന്നെ അവിടെ അവിടെ പഠിക്കാനാന്നും പറഞ്ഞ് പോയിട്ടില്ല, മൂക്കിലും വായിലും ഓരോന്നൊക്കെ വലിച്ചു കയറ്റി രാവും പകലും ഇല്ലാതെ കണ്ട ആണുങ്ങളുടെ കൂടെ നിരങ്ങി നടക്കാൻ, അല്ലാതെ എന്തുവാ. പഠിക്കാനാണെങ്കിൽ എന്തോ നാട്ടിലൊന്നും പഠിച്ചുകൂടായോ. ആ ഏ, അയ്യോ അതിന് അയാള് പറയുന്ന എങ്ങാണ്ട് അമ്മയും മോളും കേക്കുവോ? ഇവിടെ അമ്മയും മോളും പറയുന്നതാ. ആ അയ്യോ അവനൊരു അച്ചിക്കോമ്പൻ. ആ എന്തേലും കാണിക്കട്ടെ, ഇവിടൊക്കെ പാച്ചിട്ട് വരും, നമുക്ക് കാണാമല്ലോ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ, ഞാൻ പറയാവിടെ ഈ വിവരങ്ങളൊക്കെ. എടി ഇല്ല പെണ്ണില്ല, നമ്മുടെ പഴയ മെമ്പറിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആ പെണ്ണ് ബാംഗ്ലൂർ പഠിച്ചില്ലയോ, അവളിപ്പോ നാട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, അവിടെ ഒരു കോലം കാണുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ബസ്സിലാ വന്നത്. എന്റെ മുമ്പേ പോവാ ഇവള് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട്. ഷോ, അവിടെ നിന്ന് ആളുകളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നു, എന്റെ തോലങ്ങ് പൊളിഞ്ഞു പോയി. എടി കക്ഷം കാണിക്കുന്ന ഒരു ഉടുപ്പും ഒക്കെ ഇട്ട്, ഒന്നാമത് ഈ പെണ്ണിന് നല്ല ശരീരമുള്ള അല്ലയോ, ഒരു വള്ളി പോലെ ഏതാണ്ട് ഇങ്ങനെ തോളെ തൂങ്ങി കിടക്കുന്നു. ഞാൻ വിചാരിച്ചിപ്പോ പൊട്ടി പോകുമെന്ന്. ഇതേ കൂട്ടൊക്കെ ആവാനല്ലയോ, അല്ലാതെ പഠിക്കാൻ എങ്ങാണ്ടാന്നാ പോകുന്നേ. ആ അവരായി അവരുടെ പാടായി, നമുക്ക് എന്തുവാ. ഞാൻ വിടത്തില്ലടി. അയ്യോ അയ്യോ ഇവിടെ കുറച്ച് പുകില് കാണിച്ച് കൂട്ടുകാരികളൊക്കെ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ കയറി പോകുന്നു. ഞാൻ പറഞ്ഞ പോട്ടെ. ഇവിടുന്ന് ഇറങ്ങിയ മുട്ടുകാല് തല്ലി ഓടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടനും ഇഷ്ടമൊന്നുമല്ല. ഞങ്ങൾ പറഞ്ഞു ഡിഗ്രിക്ക് വിടാം, അതാകുമ്പോ നമ്മുടെ അടുത്ത് കോളേജിൽ കിട്ടും അഡ്മിഷൻ, പോയിട്ട് വന്നൂടെ ദിവസവും. നിനക്കും ഇല്ലേ രണ്ട് പെൺപിള്ളേര്? അയ്യോ നമ്മളെങ്ങാണ്ട് അങ്ങനെയൊക്കെ അങ്ങനെങ്ങാണ്ട് ജീവിച്ച് അന്നുകൂടി നമ്മള്. അയ്യോ ആകപ്പാട് ഒരെണ്ണം ഉണ്ട്, എങ്ങനെ വളർത്തിക്കൊണ്ട് വരും നിനക്കറിയാവല്ലേ. ആ ഇവിടെ നിന്ന് പഠിച്ച ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എന്റെ മോളാന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഷാൾ ഇടാതെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. മുട്ടൊപ്പം കൈയുള്ള ഉടുപ്പേ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തോളൂ. നമുക്ക് അങ്ങനെയൊക്കെ വളർത്തിയാൽ മതി കുഞ്ഞെ. പഠിച്ചില്ലെങ്കിൽ എന്തുവാ, വീട്ടിൽ ഇരുന്നോട്ടെ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? ആ നിന്റെ മോൾ എന്തത്തിന് പോകുന്നേ? അവിടെ പോന്നോ പഠിക്കാൻ? ആ ആ അവളൊന്നും കുഴപ്പമില്ലടി, അവളൊക്കെ നമുക്കറിയാവുന്ന കൊച്ചല്ലയോ, അവളൊക്കെ കുഴപ്പക്കാരിയൊന്നും അല്ല, അവളൊക്കെ പഠിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വരും. ശരിയടി, ഇവിടെ മീൻ വാങ്ങിച്ചിട്ടേക്കുന്നു, ഇനി ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോഴത്തേന് മീൻ കറി ആക്കണം. ഞാൻ വിളിക്കുന്നുണ്ട്. ശരിയെങ്കിൽ. ആ ഇനി ഇവിടെ മോള് പാച്ചാൻ പോകുന്നു, ഇനി അവളെ ഇതിനേക്കായി അമരമായിട്ടായിരിക്കും വരുന്നത്, വേറെ ജോലിയില്ല.